ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ എൻ്റെ റെസിപ്പീസ് ഒന്നും സ്പെഷ്യൽ അല്ല, ചുമ്മാ തട്ടിക്കൂട്ട് റെസിപ്പീസാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അങ്ങനെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു റെസിപ്പിയാണിത്. ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു മോര് കറിയാണ്. നമ്മളുടെ പുളിശ്ശേരിക്കകത്തൊക്കെ കഷ്ണം ഉണ്ടാവില്ല, അപ്പോൾ മോര് കറി ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന ഇഞ്ചിത്തൈരെന്നാണ്. പക്ഷേ ഇത് ഒരു ചെറിയ കഷ്ണമൊന്നും ഇടാത്ത ഒരു പുളിശ്ശേരി പോലെ. ഇതിനകത്ത് വേറൊരു ടൈപ്പ് ഓഫ് പുളിശ്ശേരിയുടെ അല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്. ഇഷ്ടപ്പെട്ടാൽ നല്ലതാണ്. എല്ലാവർക്കും ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എൻ്റെ കൊച്ചിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ, ഇഷ്ടമായോ എന്ന്. ഈ ഇഞ്ചിത്തൈരെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇഞ്ചിത്തൈര് പുളിശ്ശേരി പോലത്തെ ഒരു ഐറ്റമാണ്. ഇതാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതങ്ങനെ എപ്പോഴും വെക്കാറില്ല, കാരണം ഈ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ പുളിശ്ശേരി ഉണ്ടല്ലോ, ഇഞ്ചി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി. കുറച്ചധികം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം അരക്കും. പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം പച്ചക്കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, പച്ചക്കടുക്. പിന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ നമുക്ക് സാധാരണ പുളിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെ തേങ്ങ. നമ്മൾ സാധാരണ പുളിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ ജീരകവും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അല്ലേ. നമ്മളിതിന് പകരം ഇഞ്ചിയും പച്ചക്കടുകുമാണ് ഈ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ചേർക്കത്തില്ല. ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി മോര് പിന്നെ നമുക്ക് വേണ്ടുന്നത് മോര്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അരപ്പിങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക്, എൻ്റെ ജാറ് ഞാൻ ഇതിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് 2 പ്രാവശ്യമായിട്ട് ഇടേണ്ടി വരും. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി. പക്ഷെ മഞ്ഞൾപ്പൊടി ഇടണം, അതാണല്ലോ നമുക്ക് പുളിശ്ശേരിക്ക് മഞ്ഞ കളർ കിട്ടേണ്ടത്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടണം. അപ്പോൾ ആദ്യം ഞാൻ അരയ്ക്കുമ്പം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് വെക്കാൻ മറന്നു പോയതാണ്, പക്ഷെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത്. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ അരപ്പിനൊരു ടേസ്റ്റൊക്കെ വേണ്ടേ, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പിടുന്നത് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഉപ്പിനൊരു പിങ്ക് കളറ്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഉപ്പ് കിട്ടാൽ മതി. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് കേട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോളൂ. ഇനി ഇത് അരയ്ക്കാം. എനിക്കിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരയ്ക്കേണ്ടി വരും, കാരണം എനിക്ക് കുറച്ചധികം തേങ്ങ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചതുകൊണ്ടാണ് ഇതിനൊരു കളർ ഡിഫറൻസ്. അതൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്കിതിനെ ഒന്ന് പാകമാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു മൺചട്ടിയാണ്. നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും, ഇച്ചിരി കുഴിയുള്ള എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടിയിൽ നമ്മൾ ആദ്യം നമ്മുടെ അരപ്പിടും. എന്നിട്ട് നമ്മൾ തൈര് ഒഴിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിച്ചിട്ട് അരപ്പിടാം, എങ്ങനെയാണെങ്കിലും. അത് ആദ്യം നമ്മൾ തൈര് ചിലർ കടഞ്ഞിട്ടൊക്കെയാണ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിന് കടഞ്ഞൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഇടുക. ഞാൻ ചുമ്മാ അങ്ങനെ ഇടും, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. നല്ല സെറ്റായിട്ടുള്ള കട്ട തൈര് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇടാം. ഓക്കെ, അതിന് ശേഷം ഒരു സ്പൂണോ, ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫോർക്കാണ് എടുക്കുന്നത്. ഇതിലതൊന്ന് ജസ്റ്റ് അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ എന്താ പറയുക, ഈ നമ്മളുടെ ആ കടുകിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ്. നിങ്ങൾ ഒരുമിച്ച് അരയ്ക്കാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒറ്റയിട്ടിലിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുവാണേ. നമുക്ക് കുറച്ച് തൈര് ഇട്ടിട്ട്, കാരണം നല്ല
സെറ്റായിട്ടുള്ളത്. ഇത് ഗ്രീക്ക് യോഗട്ടാണ്. അപ്പോൾ ഇതിന് വലിയ പുളിയൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തിനേക്കാളും രണ്ടാമത്തെ ദിവസം ഒരു ചെറിയ പുളി വരാൻ തുടങ്ങുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഒത്തിരി പുളിച്ച തൈരാണെങ്കിൽ ഇതിന് വലിയൊരു നമുക്കിതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് പുളിക്കാത്ത തൈര് വേണം നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തൈര് ആഡ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒത്തിരി നീണ്ടു പോകരുത്. ഇത് ഇത്തിരി കുറുകിയിട്ടുള്ള പുളിശ്ശേരിയായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചത് നീണ്ടു പോകരുത്. ഇച്ചിരി കുറുകിയിരിക്കണം, അന്നേരമാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് ചൂടാക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി കൂടി ഒന്ന് കുറുകും. അതുകൊണ്ട് ഞാൻ ആ അരച്ച പാത്രമില്ലേ, അത് ഞാൻ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ തൈരിൻ്റെ ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ നമ്മളുടെ ഇഞ്ചി പുളിശ്ശേരിക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റായി. അപ്പം ഇത് ഇനിയിപ്പം പാകം അറിയാമല്ലോ, പുളിശ്ശേരിയുടെ പാകം അറിയാമല്ലോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് തവിന്ന് ആവി പറക്കുന്ന സമയമാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. അത്രയും നമ്മളിതിനെ ചൂടാക്കാവുള്ളൂ. നമ്മളിങ്ങനെ തവി പൊക്കി നോക്കുമ്പോൾ, അല്ലെ സ്പൂൺ പൊക്കി നോക്കുമ്പോൾ അതിന്ന് ആവി പറക്കണം കേട്ടോ. അതാണ് നമ്മളുടെ കണക്ക്. ഇത് പാകമായി കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ താളിച്ചൊഴിക്കത്തില്ലേ, അതുപോലെ കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. വളരെ ഈസിയാണ്. അപ്പം നമുക്കിതിന്ന് പതിയെ ആവി പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. കണ്ടോ, ആവി വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്പൂൺ പൊക്കി നോക്കുമ്പോൾ നമുക്ക് സ്പൂണിൽ ആവി വരുന്ന കാണാമല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മളിത് ആ സമയത്ത് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടുന്നത് കടുക് താളിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പം വേണ്ടുന്നത് കടുക് താളിക്കാനാണ് പോകേണ്ടത്. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളിയാണ് വേണ്ടുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പർപ്പിൾ ഓണിയനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കടുകും ഉലുവയും വേണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇത് ഉലുവയാണിത്. പിന്നെ നമുക്ക് കുറച്ച് കടുകും വേണം. അപ്പം കടുകും ഉലുവയും ഇത്ര സാധനങ്ങളാണ് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം. അപ്പോൾ ഒരു പാൻ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കുഴിയുള്ള പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് കുഴിയുള്ള പാൻ ചെറുതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചൂടായി പതിയെ മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയും കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ കറിവേപ്പില ഇട്ട് അത് കഴിഞ്ഞ ശേഷം പച്ചമുളക്, കറിവേപ്പില വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു, പച്ചമുളക് ഇട്ടു, സവോള കൂടി ഇടാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, താളിക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മളിതിൽ ഉപ്പിട്ട സമയത്ത് നമ്മൾ അരപ്പിൽ മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും. അപ്പം നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഈ നമ്മൾ താളിക്കുന്നതിന് മുമ്പ് ഒന്ന് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗബ്രിക്കുട്ടൻ കഴിക്കുന്നത് കൊണ്ട് അവന് നമ്മൾ ഉപ്പ് വളരെ കുറവാണ് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾക്ക് പിന്നെ വേണ്ടുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആഡ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട് ഇപ്പോൾ, പക്ഷേ ഇച്ചിരി കൂടി ഉപ്പ് വേണം.
അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പതിയെ നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നതങ്ങ് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി പുളിശ്ശേരി അഥവാ ഇഞ്ചി തൈര്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, പക്ഷേ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇനി റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചി പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. I hear the sounds of your heartbeat.